മാത്രമല്ലല്ലോ, എത്ര പഞ്ചായത്തുകള്, എത്ര വാർഡുകള്, എത്ര ബ്ലോക്കുകള്, എല്ലായിടത്തോട്ടും പണം ഒഴുകി ചെല്ലണം. ഇല്ലെങ്കിൽ കറണ്ട് പോയ യന്ത്രം പോലെ എല്ലായിടത്തും പ്രവർത്തനം നിലയ്ക്കും. എന്റെ വീട് വിറ്റ എത്ര രൂപ കിട്ടും പ്രതാപ? ഈ വീട് വിൽക്കാനോ മധു? നമുക്കാകെ ഇതല്ലേ ഉള്ളു മധു. എവിടെയൊക്കെ പോയിട്ട് വന്നാലും നമുക്ക് അന്തി ഉറങ്ങാൻ. അമ്മേ, കാറിന്റെ പെട്രോൾ തീർന്ന് നമ്മൾ എന്ത് ചെയ്യും? കാറ് വഴി കിടക്കാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് വാഹനം ഇപ്പൊ റോഡിൽ കിടക്കുക. അത് തള്ളിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. ഒന്നുകിൽ അത് ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിൽ വന്ന് കയ്യും കെട്ടിയിരിക്കുക, അല്ലെങ്കിൽ അതിന് പെട്രോൾ ഒഴിച്ച് ഓടിക്കുക. എന്താ വേണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും വീട് വിൽക്കുക എന്ന് വെച്ചാ അത് കുറച്ച് കടുപ്പം തന്നെയാ. ആളുകൾ കേട്ടാ തലേ കൈവയ്ക്കും. നമുക്കെല്ലാവർക്കും വട്ടായി പോയോന്ന് വിചാരിച്ചു. ഇത് വീട് വെച്ച് എവിടെന്നെങ്കിലും ലോൺ എടുത്താ പോരെ മധു? ലോൺ എടുത്താൽ എത്ര രൂപ കിട്ടും? 5, 10, 15 ലക്ഷം രൂപ പോരമ്മേ. ഒരു നിയോജക മണ്ഡലം മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണ്ടേ? നൂറുകണക്കിന് വാഹനങ്ങൾ, ആയിരക്കണക്കിന് പ്രവർത്തകർ. ഓരോ ദിവസവും വേണം 2 ലക്ഷത്തിലധികം രൂപ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറി താമസിക്കണം. അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നു. ലോകത്തെല്ലാവരും സ്വന്തമായിട്ട് വീടുള്ളവരാണോ? അല്ലല്ലോ. പകുതിയിലധികം പേർക്കും സ്വന്തമായിട്ട് വീടില്ല. അവരും ജീവിച്ചു പോകുന്നില്ലേ? പിന്നീട് ഇതുപോലൊന്ന് കെട്ടി ഉണ്ടാക്കാൻ പറ്റുമോ മധു? നീ എത്ര കാലം പണിയെടുത്താലും പറ്റുമോ? അമ്മ അങ്ങനൊന്നും ചിന്തിക്കരുത്. വീടില്ലാഞ്ഞിട്ട് നമ്മളെ ആരും ഈ ലോകത്തുനിന്ന് പുറത്താക്കില്ല. ഭക്ഷണം കഴിക്കാതെ നമ്മൾ 3 പേരും പട്ടിണി കിടക്കാനും പോകുന്നില്ല. വസ്ത്രമില്ലാഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഗതികേടും വരില്ല. രോഗത്തിന് ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ട് നമ്മൾ ആരും മരിച്ചു പോവുകയില്ല. അത്രയും പോരെ? എനിക്ക് നിന്നെ ഓർത്താ വേവലാതി. ഞാനൊക്കെ ജീവിതം തീരാറായവളാ. ഈ വീട് കൂടെ പോയാ പിന്നെ നിനക്ക് എന്തുണ്ട്? എന്തൊക്കെ പോയാലും എനിക്ക് അമ്മയില്ലേ? എന്റെ മോളുടെ സ്ഥാനത്ത് ഇവളില്ലേ? അമ്മേ, ജാനിക്കുട്ടി ഇലക്ഷനിൽ ജയിക്കണോ തോക്കണോ? ഇതാണ് അമ്മയുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ചോദ്യം. വീട് വിൽക്കണോ വേണ്ടോ എന്നുള്ളത് 2ാമത്തെ ചോദ്യമാണ്.